സാറേ ഇത് ഏത് കേസിന്റെ ഫയലായി നോക്കണേ? കേസല്ല, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വീക്കിലി വെച്ചായിരുന്നു, അത് ഇന്ത്യ നോക്കുക. അതെ ഇന്ന് എത്ര കേസുണ്ട്? 4 കേസുണ്ട്. 4 കേസോ? 2 കുത്ത് കേസ്, 2 വെട്ട് കേസ്, പിന്നെ കള്ളനോട്ടടി കേസ്. 5 5 ഉണ്ട് മൊത്തം. എന്റെ മോനെ, ഞാൻ ഒരു കേസാണെന്ന് പറഞ്ഞത് ഒന്നും കഴിക്കാതെയാണേ പോകുന്നത്. ആർന്ന് കഴിച്ചില്ലായിരുന്നു? ഇത് ഇല്ലെന്ന്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു നൂലുകെട്ടുണ്ട്, എനിക്ക് അതിന് പോവുകയും ചെയ്യണം. കേസ് വിളിയുന്ന കേസ് നമ്പർ 326/18 കള്ളനോട്ട് കൈവശം വെച്ച കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു. കേസിലെ മുഖ്യപ്രതിയായ കൈതപ്പുഴ കുന്നത്ത് വീട്ടിൽ യശോധരന്റെയും ലീലാമ്മയുടെയും മൂത്ത പുത്രി രമണി ഹാജരുണ്ടോ? 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 അതെ, ഞാൻ ഇനി അങ്ങോട്ട് വരണോ? അല്ല, ഞാൻ അങ്ങ് ഇറങ്ങി വരാം. ഇങ്ങനെ ഇരിക്കങ്ങ് മയ്യ വെയിറ്റ് വിടും. വിളി വിളി വിളി. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതിയിൽ മാത്രമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ എല്ലായിടത്തും സത്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ അച്ഛനും അമ്മേനെ പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെയാണ്. എത്ര വയസ്സായി? 23. സത്യം? എന്റെ പൊന്ന് സാറേ, കോടതിയിലെന്നല്ല, വേറെ എവിടെ ചോദിച്ചാലും പെണ്ണുങ്ങൾ വയസ്സ് ചോദിച്ചാൽ സത്യം പറയുമോ സാറേ? അത് ശരിയാ. എന്റെ പെണ്ണുമ്പിളേക്കും 53 വയസ്സുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ 35 വയസ്സാ പറയുള്ളൂ. ഞാൻ ചിരിച്ചെന്റെ ഇടപാട് തീരും. നിങ്ങൾ ഈ കള്ളനോട്ടടി തുടങ്ങി എത്ര വർഷമായി? സാറേ, അതേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ നല്ല ചീത്ത വിളിച്ച് പറഞ്ഞാലേ സാറിന്റെ വീട്ടിൽ ഇരിക്കുന്ന കൂട്ടാഞ്ചട്ടി വരെ പൊട്ടിപ്പോകും കേട്ടോ. എക്സ്ക്യൂസ് മീ സർ. സർ, എന്റെ കക്ഷി കള്ളനോട്ട് കേസിൽ പ്രതിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രതിഭാഗം വക്കീല് ശ്രമിക്കുന്നുണ്ട് സർ. പറയൂ, നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് 2000 നോട്ട് വന്നത്? സാറേ, ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് 2-3 വർഷമായി. അങ്ങേര് വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി ചില്ലറ കൊണ്ടുവന്ന് ചെലവിന് തരുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ഇച്ചിരി പൈസ കൊണ്ടുവന്ന് ചെലവിനായിട്ട് കൊണ്ടുതന്ന്. അതിപ്പോ ഞാൻ മേടിച്ച് കള്ളനാണോന്നോ നേരെയുള്ളതാണോന്നൊന്നും എനിക്കറിയാൻ മേല. വല്ലപ്പോഴും കിട്ടുന്ന പൈസയല്ല ഞാനത് മേടിക്കുന്നത്. ഇച്ചിരി മലക്കറിയും പച്ചക്കറിയും മേടിച്ച് ഇച്ചിരി മീനൊക്കെ മേടിച്ച് എക്സ്ക്യൂസ് മീ സർ. എക്സ്ക്യൂസ് മീ സർ. എന്റെ പ്രതിയെ മനഃപൂർവ്വം കുത്തി നോവിച്ച് കരയിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിവാദം വക്കീൽ. ഞാൻ പറയട്ടെ, അവര് കരഞ്ഞു, ഞങ്ങൾ എല്ലാം കൂടെ കരഞ്ഞില്ല സാറേ. സാറേ, അത് മാത്രമല്ല, ഇടയായിട്ട് എനിക്ക് 2-3 കല്യാണാലോചനകൾ വന്നായിരുന്നു സാറേ. ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മുടക്കാൻ വേണ്ടി അങ്ങേര് ഇത് ചെയ്തതാണെന്നുള്ളത് ഉറപ്പാ സാറേ. സർ, ആ പ്രതിയെ വിസ്തരിക്കാൻ വേണ്ടിട്ട് അനുമതി തരണം. തണ്ണീർമുക്കം തൈക്കാട്ട് വീട്ടിൽ ഗംഗാധരന്റെയും സുശീലയുടെയും മൂത്ത മകൻ വിജയൻ ഹാജരുണ്ടോ? 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 നമസ്കാരമുണ്ട്. നമസ്കാരം. ആ സപ്ലയർക്ക് നമസ്കാരമുണ്ട്. അല്ലെ, ഞാൻ മറ്റേ അവിടുത്തെ കഫേല്ലേ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കൂ. അയ്യോ, ഞാൻ പറയേണ്ടതല്ലേ? അല്ല, നമ്മളിപ്പോ സിനിമയിലാണെങ്കിലും അല്ലാതെ എല്ലാത്തിലും കണ്ടിട്ടുണ്ടല്ലോ. ശമ്പളം തരുന്നതാ ഇവിടുന്ന്. അല്ല, ഇനിയിപ്പോ ഇത് പറയാൻ വേണ്ടി പുള്ളി എഴുന്നേറ്റ് ഇവിടം വരെ വരണം, പുള്ളി നടക്കണം. എന്തിനാ? ഒന്നാമത്തെ കാര്യം, ആർക്കും സമയമില്ല. പറയൂ, എന്താ പേര്? വിജയൻ. എവിടെ വീട്? കൊല്ലം. ഏത് ഭാഗം? എല്ലാ ഭാഗവും കൊല്ലത്ത് തന്നെ. അതല്ല ചോദിച്ചത്, തന്റെ വീട് ഏത് ഭാഗത്താ സ്ഥിതി ചെയ്യുന്നതെന്ന്. കൊല്ലത്താ? ആ. വീട്ടിലേക്ക് വരുന്നുണ്ടാ? ആരൊക്കെ വരുന്നുണ്ട്? വെറുതെ പറയണം, നേരത്തെ ഊണ് വിളിച്ചു പറയണം. ഊണാണ് നമ്മളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ കോടതിയിൽ നിന്ന് ഒരു 10 പേര് വരും. ഞാൻ, ഗുമസ്താൻ, ടൈപ്പറൈറ്റർ, വക്കീൽ, എല്ലാം ഒരു 10 പേര്. അയ്യോ, അവിടെ അതിന് മോതിരം മാറ്റൽ ചടങ്ങൊന്നും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? 10 പേര്, ആരെങ്കിലും 1-2 പേര് വന്നാൽ നമുക്ക് ഓക്കെ. ഇപ്പൊ എന്തിനാണ് ചോദിച്ചു? എക്സ്ക്യൂസ് മീ, നിങ്ങളെ ഡിവോഴ്സ് ചെയ്ത് എന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ഈ കേസിൽ ഇവരെ പ്രതിയാക്കിയതല്ലേ? അയ്യോ, ഞാനോ?
അല്ലെങ്കിൽ ഇവര് വേറെ കല്യാണം കഴിക്കുമെന്ന് പേടിച്ച് മനഃപൂർവ്വം ഈ കേസിൽ നിങ്ങൾ അവരെ പ്രതിയാക്കിയതല്ലേ? അല്ല ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? അല്ല ഞാൻ ഈ കാശ് വലുതാക്കി ഒരു വക്കീലിനെ വെച്ചിട്ടുണ്ട്, അത് മൊബൈലിൽ തോണ്ടുക. ഞാൻ ഇത് വെള്ളം കുടിക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താനുള്ളത് ഏത്? ഹലോ അയ്യോ അല്ല ഹലോ, ഹലോ ഹലോ. അല്ല അവിടെ അല്ല, ഇവിടെ എന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്ന കണ്ട ഇതൊന്നും തട പിടിക്കാനല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ഈ കൊച്ചാണ്ട് ആവശ്യമില്ലാതെ ചോദിക്കണ്ട. ഞാൻ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാനെന്താ പറയണ്ട? എന്താ പറയേണ്ടതെന്നാ? അത് ഞാൻ പറഞ്ഞു തരണം. എന്നാ പിന്നെ ആ കോട്ടഞ്ഞു വിരിച്ചാ ഞാൻ അവിടെ നിൽക്കാം നിങ്ങളിവിടേക്ക്. പിന്നെ അല്ലാതെ ഒരു വക്കീലൊക്കെ എടുത്ത് ചോദിക്കുവോ എന്തോ പറയണമെന്ന്. കാശെണ്ണി മേടിച്ചപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ കൊച്ചെണ്ണയിട്ട് വെള്ളം മിസ്റ്റർ വിജയൻ, നിങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണല്ലോ ഞാൻ. എന്നെ പറയാൻ അനുവദിക്കും നിങ്ങൾ. സാർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഈ വക്കീൽ പറഞ്ഞ വാദിഭാഗം വക്കീൽ പറയുന്നത് എന്താന്ന് വെച്ചാല് എന്റെ കക്ഷിക്ക് ദയയില്ല, കാരുണ്യമില്ലെന്നാണ്. ദയയും കാരുണ്യവും മറ്റ് മഹാമനസ്കത ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം മാസാമാസം പൈസ കൊടുത്തോണ്ട്. അത് പോയിട്ട് ഒന്ന് വേണേ നോട്ടി വെറുതെ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നായില്ലേ അല്ലേ? ആ മനുഷ്യന്റെ മുഖത്ത് നോക്കൂ, ഒരു കള്ളത്തരമുണ്ട് ആ മുഖത്ത്. നിഷ്കളങ്കൻ. സാർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഈ കള്ളനോട്ട് എത്തിപ്പെട്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു കെട്ട് നോട്ട് കളഞ്ഞു കിട്ടി. അപ്പൊ ആരതാണെന്ന് ഒന്നും എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ഇരുന്ന സ്റ്റേഷനിൽ ഒരു കെട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് നോട്ട്. അത് കള്ളനാണോ തീറ്റയാണോ നല്ലതാണോ എന്നൊന്നും ഞാൻ നോക്കി. ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ജഡ്ജിയുടെ പോക്കറ്റ് എത്ര രൂപ ഉണ്ട്? 2000 രൂപ കാണും. 2000 രൂപ കാണും. ആ 2000 രൂപയുടെ കള്ള നോട്ടാണോ നല്ല നോട്ടാണോ? അത് നല്ല നോട്ടാണല്ലോ. നല്ല നോട്ടാണ്. ഞാനിങ്ങനെ കള്ളനോട്ടാണോ എന്ന് ചോദിച്ചപ്പം ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? ചെറുതായിട്ടുണ്ടായി. ഇതുവരെ എപ്പോഴെങ്കിലും അത് നല്ല നോട്ടാണോ കള്ള നോട്ടാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. ചെലവാക്കുന്നു. നാളെ ജഡ്ജിയെ പിടിക്കപ്പെടുമ്പോ നിങ്ങളും തൂക്കിലേറും. അയ്യോ, അതിനെന്റെ കള്ളനോട്ടില്ലല്ലോ. അല്ല, ഇതേപോലെ ഞാനും ഇതേപോലെ നിരപരാധിയാണെന്ന് പറഞ്ഞു. ആരുണ്ടായിരുന്നു? ഏത് നിയമം ഉണ്ടായിരുന്നു? എന്റെ വന്നു പോയതല്ലേ. നിയമത്തിന്റെ വ്യവസ്ഥകൾ പറയാൻ പോകുന്നല്ലേ ഉള്ളൂ. ധൈര്യമായിട്ടിരിക്കും വിജയൻ. സാർ, എന്തായാലും ഇതിന് തെളിവുകളായിട്ട് തെളിവ് സാക്ഷികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ സാക്ഷിനെ വിളി. കേസിലെ സാക്ഷി രഘുനാഥൻ ഹാജരുണ്ടോ? 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 അയ്യോ, എല്ലാരും അറിയാലോ. പിന്നെ എല്ലാവരും ബിവറേജ് സാധനം മേടിക്കുന്നല്ലേ, എനിക്കറിയാന്നേ സാറേ. പിന്നെ ചൊവ്വാഴ്ച ബിവറേജ് ഇല്ല കേട്ടോ. 1-ാം തീയതി ആണോ? 1-ാം തീയതി അല്ല, അന്ന് കണക്കെടുപ്പ്, അന്ന് ബിവറേജ് ഇല്ല. അപ്പൊ തിങ്കളാഴ്ച പോയിട്ട് വരും സാറേ. ഓ, നേരത്തെ മേടിച്ചു വെച്ചോണം. അതെ, നിങ്ങൾ നമ്മുടെ കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കുന്നത്. നിങ്ങൾ നടക്കും മിസ്റ്റർ. എന്താണ് തീരുമാനം പറയാൻ ചോദിക്കട്ടെ ഞാൻ. നിങ്ങൾ പറയുന്നു എന്റെ കക്ഷിയാണ് 2000 രൂപ നിങ്ങൾക്ക് കള്ളനോട്ടായി തന്നതെന്ന്. എന്റെ മുരളി സാറേ, ഇതൊക്കെ എത്ര പ്രാവശ്യം എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. എങ്ങനെയാണ് എന്റെ കക്ഷി നിങ്ങളുടെ കയ്യിൽ 2000 രൂപ കൊണ്ട് തന്നത്? അത് കള്ളനോട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ബിവറേജിൽ വന്ന് ഒരു കുപ്പി മേടിച്ചു, 2000 രൂപയും തന്നു. ആ 2000-ന്റെ നോട്ട് കള്ളനോട്ടായിരുന്നു. ഐ ഒബ്ജക്ട്. കാരണം ബിവറേജിൽ ഒരുപാട് മാന്യന്മാർ വന്നു പോകുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കക്ഷിയുടെ കൈയാണ് അതെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? രാവിലെ കൃത്യം 10:15 ആ കിളിവാതിലൂടെ വെറവറാന്നും പറഞ്ഞൊരു കൈ വരുന്നത് അത് ഇദ്ദേഹത്തിന്റെ കൈ മാത്രമാണ്. അദ്ദേഹം തന്നത് കള്ളനോട്ടാണ്. ആ 10:15 മേടിച്ച മദ്യം മേടിച്ച ആളാണ് എനിക്ക് കള്ളനോട്ട് തന്നിരിക്കുന്നത്. അത് ഇദ്ദേഹമാണ്. ഉറപ്പാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മാക്സിമം ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതെ, ഞാൻ എന്നാന്ന് വെച്ച് ചെയ്തോളാം. ഈ സാക്ഷി പറയാൻ വന്നാൽ സാക്ഷി പറഞ്ഞിട്ട് പോയാൽ മതി. കഴിഞ്ഞു, ഞാൻ പോകട്ടെ. ഈ കോടതിയോട് വിജയൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. പറ. എന്താണ് അഭിപ്രായം? ഒരു പണി കിട്ടി. ഏത് പണി? കിഴങ്ങൂരത്തൊരു വക്കീലിനെ പിടിച്ച് ഏൽപ്പിച്ച്. കണ്ടാ, മൊബൈലിൽ കളിയാ. നല്ലൊരു വക്കീലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ഇതൊക്കെ രക്ഷപ്പെട്ട് പോയതിനൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തെങ്കിലും വെറുതെ വിടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്നാ ബഹുമാനപ്പെട്ട കോടതി വിധി പറയാം. സത്യാഗ്രഹോ? ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതിയിലുള്ള എന്റെ വിശ്വാസം പോയി. ഇത്ര നിഷ്കളങ്കനായ വീണ്ടും കോടതി കുറ്റക്കാരൻ ആയതിനാൽ 3 മാസത്തെ തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. തൻ്റേതല്ലായ കാരണത്താൽ കുറെ പൈസ കിട്ടി. അത് മാത്രമല്ല, അങ്ങേരൊരു നിഷ്കളങ്കനും ശുദ്ധനുമായതിൻ്റെ പേരിൽ ഈ 3 മാസത്തെ ശിക്ഷ ഒഴിവാക്കി ഈ നാളെ കോടതി പിരിയുന്നതിന് മുമ്പ് 2 ലക്ഷം രൂപ അടച്ച്
ഇവിടുന്ന് ഒഴിവാകാന്നാണ്. അടിപൊളി. അതൊന്നും ശരിയാവത്തില്ല. ഇയാൾ എന്തുവാണ് ഈ വാദിച്ചത്? ഇയാൾ ഇങ്ങനെയാണോ എന്ത് വാദം അത്? നിഷ്കളങ്കന എനിക്ക് നീതി വേണ്ടേ? നിഷ്കളങ്കനൊക്കെ നീ വിട്. നിന്നെ തൂക്കിക്കൊല്ലുള്ള കേസാണ് സാർ. എന്റെ ആളായത് കൊണ്ട് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യിക്കാണ്. നീ എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ നാളെ കൊണ്ട് കൊടുക്കാൻ നോക്ക്. നിങ്ങൾക്ക് അങ്ങനെ പറയാം, പക്ഷെ നാളെ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. കാര്യം എന്താ? ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് സൈക്കിളിൽ വിട്ട് വീട്ടിൽ ചെല്ലണം, പേപ്പർ വെട്ടണം, മഷി അടിക്കണം, കമ്മട്ടം എടുക്കണം, എന്നിട്ട് ഇതെല്ലാം കൂടെ അടിച്ച് ടെറസിന്റെ മുകളിലിട്ട് ഉണങ്ങി വരുമ്പോ എന്താണെങ്കിലും നാളെ രാവിലെ കോടതിയുടെ സമയം കഴിയും. മറ്റന്നാളാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ ഞാൻ അടയ്ക്കാം. കോടതി എന്ത് പറയുന്നു? ഇവനെ തൂക്കിക്കൊല്ലണം. അയ്യോ